റഷ്യയുടെ അടുത്തായി 2 ആണവ അന്തർവാഹിനികൾ വിന്യസിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടു. സോവിയറ്റ് യൂണിയന്റെ കാലത്തെ ആണവശേഷി റഷ്യയ്ക്ക് ഇപ്പോഴുമുണ്ടെന്ന മുൻ പ്രസിഡന്റ് ദിമിത്രി മെദ്വേദേവിന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയായാണ് തീരുമാനം. ഉക്രൈൻ വിഷയത്തിൽ റഷ്യയുമായി അകൽച്ചയിലാണ് ട്രംപ് ഭീഷണി നാടകം തുടരുകയാണെന്നും റഷ്യ ഇറാനോ ഇസ്രയേലോ അല്ലെന്ന് ഓർക്കണമെന്നും മെദ്വദേവ് വ്യക്തമാക്കിയിരുന്നു. വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്നായിരുന്നു ട്രംപിന്റെ തിരിച്ചടി. വാക്കുകൾ പലപ്പോഴും ഉദ്ദേശിക്കാത്ത പ്രത്യാഘാതങ്ങളിലേക്ക് നയിച്ചേക്കാം. അത്തരത്തിലൊന്നാവില്ലെന്ന് താൻ പ്രതീക്ഷിക്കുന്നതായും ട്രംപ് വ്യക്തമാക്കി. 2 ആഴ്ചയ്ക്കകം ഉക്രൈനുമായി സമാധാന കരാർ ഉണ്ടാക്കിയില്ലെങ്കിൽ റഷ്യയ്ക്ക് മേൽ കടുത്ത ഉപരോധം ഏർപ്പെടുത്തുമെന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. റഷ്യയ്ക്ക് സമയപരിധി കൽപ്പിക്കുന്നതിലൂടെ ട്രംപ് വളരെ വലിയ തെറ്റാണ് ചെയ്യുന്നത് എന്നായിരുന്നു മെദ്വദേവ് തിരിച്ചടിച്ചത്. പുടിൻ അനുകൂലിയും നിലവിൽ റഷ്യൻ സെക്യൂരിറ്റി കൌൺസിൽ ഡെപ്യൂട്ടി ചെയർമാനുമാണ് ദിമിത്രി മെദ്വദേവ്. പരാജിതനായ പ്രസിഡന്റായിരുന്നു മെദ്വദേവ് എന്ന് പറഞ്ഞ ട്രംപ് അയാൾ അപകടകരമായ മേഖലയിലേക്കാണ് കടക്കുന്നത് എന്നും ഇപ്പോഴും റഷ്യയുടെ പ്രസിഡന്റാണെന്നാണ് വിചാരമെന്നും പരിഹസിച്ചിരുന്നു. റഷ്യയുമായുള്ള വാണിജ്യ പ്രതിരോധ ബന്ധത്തിന്റെ പേരിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെയും കടുത്ത വിമർശനം ഉയർത്തിയിരുന്നു. ഇരു രാജ്യങ്ങൾക്കും അവരുടെ ചത്ത സമ്പദ്വ്യവസ്ഥയുമായി ഒരുമിച്ച് നശിക്കാമെന്നും താനത് കാര്യമാക്കില്ലെന്നും ട്രംപ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചിരുന്നു. ഇന്ത്യക്കെതിരെ US 25% തീരുവ ചുമത്തി മണിക്കൂറുകൾക്കകമായിരുന്നു പരസ്യ വിമർശനം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഭിന്നത കൂടുതൽ ശക്തമാവുകയും അത് മോശം അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു എന്നതിന്റെ തെളിവാണ് പുതിയ സംഭവ വികാസങ്ങൾ. ഉക്രൈനിലെ യുദ്ധം 2 ആണവ വൻശക്തികൾ തമ്മിലുള്ള വിശാലമായ ഏറ്റുമുട്ടലായി പരിണമിച്ച സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അന്തർവാഹിനികൾ സ്ഥാനങ്ങൾ ഏറ്റെടുക്കുകയും സാമ്പത്തിക ഭീഷണികളും ഉപരോധങ്ങളും തുടർക്കഥയാവുകയും ചെയ്തതോടെ ആണവായുധ ഭീതിയും പടരുകയാണ്. ഇതൊരു വലിയ യുദ്ധത്തിലേക്കുള്ള തുടക്കമാവുകയെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. മുൻകാലങ്ങളിൽ പുടിനുമായി നല്ല ബന്ധമാണെന്ന് പറഞ്ഞിരുന്ന മിസ്റ്റർ ട്രംപ് റഷ്യൻ നേതാവിനോട് വർദ്ധിച്ചു വരുന്ന നിരാശ പ്രകടിപ്പിക്കുകയും അദ്ദേഹത്തെ വിഡ്ഢിത്തമാണെന്ന് ആരോപിക്കുകയും റഷ്യയുടെ ഉക്രൈനെതിരായ ഏറ്റവും പുതിയ ആക്രമണങ്ങളെ വെറുപ്പുളവാക്കുന്നതാണെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തിരുന്നു. ജനുവരിയിൽ അധികാരമേറ്റ US പ്രസിഡന്റ് ആദ്യ ദിവസം തന്നെ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് വാഗ്ദാനം ചെയ്തു. പക്ഷേ മോസ്കോയെ വെടിനിർത്തലിന് സമ്മതിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന അന്തർവാഹിനികൾ പ്രവർത്തിപ്പിക്കുന്ന 6 രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ. US, UK, റഷ്യ, ചൈന, ഫ്രാൻസ്, ഇന്ത്യ. US നാവികസേനയ്ക്ക് 71 കമ്മീഷൻ ചെയ്ത അന്തർവാഹിനികളുമുണ്ട്. അവയിൽ 53 ഫാസ്റ്റ് അറ്റാക്ക് അന്തർവാഹിനികൾ, 14 ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനികൾ, 4 ഗൈഡഡ് മിസൈൽ അന്തർവാഹിനികൾ എന്നിവ ഉൾപ്പെടുന്നു. അവയെല്ലാം ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്നവയുമാണ്. എന്നാൽ ചിലതിൽ മാത്രമേ ആണവായുധ മുനയുള്ള മിസൈലുകളുള്ളൂ. ഉക്രൈനെതിരായുള്ള യുദ്ധം 10 മുതൽ 12 ദിവസത്തിനുള്ളിൽ അവസാനിപ്പിക്കണമെന്നാണ് റഷ്യയ്ക്ക് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്ത്യശാസനം നൽകിയത്. യുദ്ധം ഉടൻ അവസാനിപ്പിച്ചില്ലെങ്കിൽ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും റഷ്യക്കെതിരെയും റഷ്യയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന രാജ്യങ്ങൾക്കെതിരെയും ഉപരോധം ഏർപ്പെടുത്തുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ നിലപാടിൽ കടുത്ത അതൃപ്തിയുണ്ടെന്നും 10 മുതൽ 12 ദിവസത്തിനുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കണമെന്ന പുതിയ സമയപരിധി നൽകിയാണെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാമർ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. ഉക്രൈൻ യുദ്ധം 50 ദിവസത്തിനുള്ളിൽ അവസാനിപ്പിച്ചില്ലെങ്കിൽ കനത്ത തീരുവകൾ ചുമത്തി ശിക്ഷിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് റഷ്യയ്ക്ക് ജൂലൈ 14 മുന്നറിയിപ്പ് നൽകിയിരുന്നു. റഷ്യയിൽ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളും അധിക തീരുവ നേരിടേണ്ടി വരും. പാശ്ചാത്യ സൈനിക സഖ്യമായ നാറ്റോയുടെ സെക്രട്ടറി ജനറൽ മാർക്ക് റട്ടുമായി വൈറ്റ് ഹൌസിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.